നമസ്കാരം. 1996 മുതൽ ഓരോ ഇലക്ഷൻ പ്രവചനങ്ങൾ നടത്തി ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരാളാണ് തോട്ടക്കാട്ട് എം ഗോപാലകൃഷ്ണൻ നായർ. അദ്ദേഹം ഒരു റിട്ടയർഡ് മാത്തമാറ്റിക്സ് ടീച്ചർ കൂടിയാണ്. ആശ്ചര്യം എന്തെന്നാൽ മാസ്റ്റർ നടത്തുന്ന പ്രവചനങ്ങൾ കൃത്യമായി വരാറുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിലെ ഓരോരോ നീക്കങ്ങൾ സസൂക്ഷ്മം പഠിച്ചും അതാത് സ്ഥലങ്ങളിൽ പോയി ജനങ്ങളുമായി ഇടപഴകിയുമൊക്കെയാണ് മാസ്റ്റർ പ്രവചനം ആധികാരികമായി നടത്തുന്നത്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ പ്രവചനങ്ങളുമായി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ജനസമക്ഷം എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രവചനമാണ് മാസ്റ്റർ നടത്തിയിരിക്കുന്നത്. മാസ്റ്ററുടെ അവലോകനം നമുക്ക് കേട്ടു നോക്കാം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. എൻ്റെ പേര് തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ. ഞാൻ അധ്യാപകനാണ്. കോളേജ് അധ്യാപക പരീക്ഷ, ഹയർ സെക്കൻഡറി അധ്യാപക പരീക്ഷ, ഹൈസ്കൂൾ അധ്യാപക പരീക്ഷ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഗണിതശാസ്ത്ര വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരാഴ്ച മുൻപ് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിച്ചിരുന്നു. ചില മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമായിരുന്നു. ഏപ്രിൽ 16, 17, 18, 19, 20 തീയതികളിൽ പ്രവചനാതീതമായ മണ്ഡലങ്ങളിൽ അഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വീണ്ടും പ്രവചിക്കുകയാണ്. എൻ്റെ പഠനമനുസരിച്ച് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 18 മുതൽ 19 വരെ സീറ്റും, ഇടത് ജനാധിപത്യ മുന്നണിക്ക് 1 സീറ്റും, BJPക്ക് 0.1 സീറ്റും ലഭിക്കും. UDFന് 44 മുതൽ 45% വരെ വോട്ടും, LDFന് 36 മുതൽ 37% വരെ വോട്ടും, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 17.5 മുതൽ 18% വരെ വോട്ടും ലഭിക്കും. കേരളത്തിൽ UDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ 18, 19. അതിൽ കോൺഗ്രസ്സിന് 14 അല്ലെങ്കിൽ 15 സീറ്റ് കിട്ടും. കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങൾ ആദ്യം തിരുവനന്തപുരം ഡോക്ടർ ശശി തരൂർ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ആലപ്പുഴ KC വേണുഗോപാൽ, പത്തനംതിട്ട ആൻഡോ ആൻ്റണി, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, എറണാകുളം ഹൈബി ഈഡൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, പാലക്കാട് VK ശ്രീകണ്ഠൻ, കോഴിക്കോട് MK രാഘവൻ, വയനാട് രാഹുൽ ഗാന്ധി, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂർ K സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ. മുസ്ലിം ലീഗ് 2 സീറ്റിൽ വിജയിക്കും. അത് ഒന്നാമത്തെ മലപ്പുറം AT മുഹമ്മദ് ബഷീർ, പൊന്നാനി അബ്ദുൾ സമദ് സമദാനി. RSPക്ക് 1 സീറ്റ് കിട്ടും. അത് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വിജയിക്കും. കേരള കോൺഗ്രസ് ജോസഫിന് 1 സീറ്റ് കിട്ടും. അത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് വിജയിക്കും. LDFന് 1 സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അത് CPM ആണ്. CPM വിജയിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V ജോയി. തൃശ്ശൂരിലെ ഫലം പ്രവചനാതീതമാണ്. അവിടെ കോൺഗ്രസ്സിലെ K മുരളീധരനോ BJPയിലെ സുരേഷ് ഗോപിയോ വിജയിക്കും. ലോക്സഭയിൽ BJPക്ക് തനിയെ ഭൂരിപക്ഷം ലഭിക്കും. BJPക്ക് 286 മുതൽ 295 വരെ സീറ്റും, NDAക്ക് 336 മുതൽ 349 വരെ സീറ്റും, ഇന്ത്യ മുന്നണിക്ക് 167 മുതൽ 178 വരെ സീറ്റും, കോൺഗ്രസ്സിന് 78 മുതൽ 84 വരെ സീറ്റും, മറ്റുള്ളവർക്ക് 29 അല്ലെങ്കിൽ 30 സീറ്റും ലഭിക്കും. ദേശീയ തലത്തിൽ BJPക്ക് 40%, NDAക്ക് 46%, കോൺഗ്രസ്സിന് 22%, ഇന്ത്യ മുന്നണിക്ക് 35%, സ്വതന്ത്രർക്കും മറ്റു കക്ഷികൾക്കും 19% വോട്ട് ലഭിക്കും. നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയാകും. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് നരേന്ദ്രമോദി. ദേശീയ തലത്തിൽ വരാനിടയുള്ള കക്ഷിനില: ദേശീയ ജനാധിപത്യ സഖ്യം 336 മുതൽ 349 വരെ സീറ്റ്, BJP തനിയെ 286 മുതൽ 295 വരെ, ജനതാദൾ
ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ തന്നെ ബി ജെ പിക്ക് 286 മുതൽ 295 വരെ സീറ്റ് ലഭിക്കും. ജനതാദൾ യുണൈറ്റഡ് 12 മുതൽ 14 വരെ, TDP 10, ശിവസേന ഏകനാഥ് ഷിൻഡെ 8 മുതൽ 10 വരെ, NCP അജിത് പവാർ 3, LJP 3, രാഷ്ട്രീയ ലോക്ദൾ 2, അപ്നാദൾ എസ് 2, ജനതാദൾ എസ് 2, ജനസേന പാർട്ടി 1, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1, RLM 1, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 1, AGP 1, തിപ്രമോദ പാർട്ടി 1, NPP 1, NPF 1. ഇന്ത്യ സഖ്യം 167 മുതൽ 178 വരെ. അതിൽ തന്നെ കോൺഗ്രസ് 78 മുതൽ 84 വരെ, DMK 21, തൃണമൂൽ കോൺഗ്രസ് 21, AAP 10, ശിവസേന ബാൽ താക്കറെ 6-7, രാഷ്ട്രീയ ലോക്ദൾ 5 മുതൽ 6 വരെ, NCP ശരത് പവാർ വിഭാഗം 3 മുതൽ 5 വരെ, CPM 3, നാഷണൽ കോൺഫറൻസ് 3, മുസ്ലിം ലീഗ് 3, CPI 2, വിടുതലൈ ചിരുതൈ കക്ഷി 2, RSP 1, കേരള കോൺഗ്രസ് ജോസഫ് 1, MDMK 1, KMDK അല്ലെങ്കിൽ കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി 1, ജാർഖണ്ഡ് മുക്തി മോർച്ച അല്ലെങ്കിൽ JMM 1, AIUDF 1, മറ്റുള്ളവർ 29, 30. അതിൽ YSR കോൺഗ്രസ് 13, ബിജു ജനതാദൾ 10 മുതൽ 11 വരെ, TRS 2, AIMIM 1, ശിരോമണി അകാലിദൾ 1, ZPM 1, SKM 1,